വിഴിഞ്ഞത്ത് കുടിവെള്ളം മുടങ്ങുന്നത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം പ്രദേശവാസികൾക്കുണ്ട്. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ നീക്കം. ആ പ്രതികരണങ്ങളിലേക്ക്. ഈ വേനൽക്കാലത്ത് വെള്ളം വരത്തില്ല. പിന്നെ കാഞ്ഞിരംകുളത്ത് മെമ്പർമാരോട് പരാതി പറയും ജനങ്ങൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. ഓണത്തിന് മുമ്പ് കരടി വിളയെന്ന് പറയും. അവിടെ കൗൺസിലർ, അതായത് സിന്ധു കൗൺസിലിൻ്റെ വീട്ടിൽ ജനങ്ങൾ കയറിപ്പോയി ചെന്ന് വെള്ളമില്ലാതെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അവർ കാഞ്ഞിരംകുളത്ത് പോയി പ്രശ്നങ്ങൾ പരിഹരിച്ച് പിന്നെ അന്നെന്തോ വെള്ളം വന്നു. പിന്നെ അതിനുശേഷം വീണ്ടും ആ വെള്ളമില്ല. അതിപ്പോൾ സ്ഥിരം കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജനങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പരാതി പറയേണ്ട മാക്സിമം പറഞ്ഞു, അവർ വിടുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ പിറകെ ജനങ്ങൾ പറയുന്നത് കൗൺസിലർ അത് പരിഹരിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അവരെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ മേളിൽ നിന്നല്ലേ വെള്ളം വരേണ്ടത്, അവരെന്ത് ചെയ്യാനാ? ഇവിടുത്തെ പൈപ്പിൽ ഇന്ന് വരുമെങ്കിൽ ഒരു അരമണിക്കൂർ നിൽക്കും, ഒരു ടാങ്ക് പോലും കിട്ടൂല. പിന്നീട് ആ വെള്ളം രാവിലെ ആകുമ്പോൾ തുണിയിൽ നനച്ച് കാര്യങ്ങൾ ചെയ്ത് ആ വെള്ളം അങ്ങ് തീരും. പിന്നീട് വീണ്ടും അത് തന്നെ ജോലി. നമ്മൾ ആരുടെ അടുത്താണ് പറയേണ്ടത്? സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞാൽ സർക്കാർ തിരിഞ്ഞു നോക്കൂല, മുമ്പെടുത്ത് പറഞ്ഞാൽ മുമ്പ് തിരിഞ്ഞു നോക്കൂല. പിന്നെ നമ്മൾ ആരുടെ അടുത്താണ് പറയേണ്ടത്? വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ പൈപ്പുകൾ കാണാം. അവിടെയുള്ള പൈപ്പുകളെല്ലാം പൊട്ടി വെള്ളം കളഞ്ഞാൽ പോലും ആരും വന്നതിന് നന്നാക്കാനുള്ള ഒരു ശ്രമം നടത്തൂല. ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം കണ്ടാണ് വെള്ളം വരണത്. യാതൊരു നടപടി ഇവിടെ ഇല്ല. ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല. കൗൺസിലർ വിളിച്ചാൽ ഫോൺ എടുക്കൂല. കെ പ്രശാന്താണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. നമ്മൾ വികസന കുതിപ്പാണ്, കേരളം ഏറ്റവും നമ്പർ 1 മോഡലാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ റിപ്പോർട്ട്. പ്രശാന്ത്, വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ ജനങ്ങളുടെ തീരുമാനം? ഇവരുടെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക? അത്തരത്തിൽ എന്തെങ്കിലും നിലപാടുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? അഖില, നമുക്കറിയാം സംസ്ഥാനത്ത് ആകെയുള്ളൊരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ഈ കുടിവെള്ള പ്രശ്നം. അത് തിരുവനന്തപുരത്തും വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം മുട്ടിയപ്പോൾ നമ്മൾ കണ്ടതാണ് എത്ര ദിവസമാണ് നഗരവാസികൾ ആകെ തന്നെ പ്രതിസന്ധിയിലായത്. അത് തുടർച്ചയായ ദിവസങ്ങളിൽ വെള്ളം കിട്ടാതെ വരുന്നു. അത് വളരെ ചുരുങ്ങിയ ദിവസങ്ങളിലാണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നതാണ്. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ അവസ്ഥ അതിനേക്കാൾ പരിതാപകരം എന്നൊക്കെ പറയേണ്ടി വരും. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലയിൽ അതിഗുരുതരമായ കുടിവെള്ള പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പല ഘട്ടങ്ങളിലായി അവർ ഈ വിഷയങ്ങൾ ജനപ്രതിനിധികൾക്ക് മുന്നിലും ഒപ്പം തന്നെ സർക്കാരിന് മുന്നിലും കോർപ്പറേഷന് മുന്നിലുമൊക്കെ തന്നെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഇപ്പോഴും ഇടവിട്ട ദിവസങ്ങളിൽ മാത്രം വെള്ളം കിട്ടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ചില ദിവസങ്ങളിൽ ചില സമയത്ത് തുടർച്ചയായി തന്നെ വെള്ളം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സമയങ്ങളെല്ലാം തന്നെ പമ്പിംഗ് സ്ഥലത്തേക്ക് നേരിട്ട് പോയി ആവശ്യം ഉന്നയിച്ചാൽ മാത്രമാണ് വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ ചെന്ന് പരാതി നൽകുന്നു. ഒരുപക്ഷെ മെമ്പറെ കാണുന്നു, അല്ലെങ്കിൽ അത്തരം ബന്ധപ്പെട്ട ആളുകളെ കാണുമ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ട പരാതികൾ വീണ്ടും ജലവിഭവ വകുപ്പിന് മുന്നിലേക്ക് എത്തിക്കുന്നു. ആ പരാതികൾ അവർ പരിശോധിച്ച് ഒരു നടപടി ഉണ്ടാകും. പക്ഷേ ആ നടപടി വീണ്ടും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് പിന്നീട് അവസാനിക്കും. അതായത് 2 ദിവസം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് കണ്ട് പരാതി നൽകിയാൽ അത് വീണ്ടും ആ പരാതി കിട്ടിയ ദിവസങ്ങളിലൊക്കെ തന്നെ കൃത്യമായി പരിഹരിക്കപ്പെടും. അതിനുശേഷം വീണ്ടും പഴയപടിയാകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിൽക്കുന്നു. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട്, അതായത് വികസനത്തിന് വലിയ സാധ്യതകൾ വിഴിഞ്ഞം തുറന്നു എന്ന് തന്നെയാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ ആ പ്രദേശങ്ങളിലാകെ തന്നെ കുടിവെള്ളക്ഷാമം, അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇപ്പോഴും വിഴിഞ്ഞം മേഖല വളരെ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അധികാരികളുടെ ഭാഗത്തു നിന്നാണ്.